ഇടപ്പള്ളി പള്ളിയുടെ ചരിത്രം വളരെ പഴക്കമുള്ളതാണ്. 14-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ പള്ളി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ നാമധേയത്തിലുള്ള ഈ പള്ളിയിൽ എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വലിയ പെരുന്നാൾ നടക്കാറുണ്ട്. ഈ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. പള്ളിയുടെ വാസ്തുവിദ്യയും വളരെ മനോഹരമാണ്. കേരളീയവും പോർച്ചുഗീസ് ശൈലിയും ചേർന്നാണ് പള്ളിയുടെ വാസ്തുവിദ്യാ ശൈലി. പള്ളിയുടെ മുൻഭാഗം പോർച്ചുഗീസ് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ തൂണുകളും മനോഹരമായ കൊത്തുപണികളും ഇതിന്റെ പ്രത്യേകതയാണ്. പള്ളിയുടെ ഉൾഭാഗം കേരളീയ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തടിയിൽ തീർത്ത മേൽക്കൂരയും ചുവർചിത്രങ്ങളും അതിന്റെ ഭംഗി കൂട്ടുന്നു. കേരളീയ ശൈലിയും പോർച്ചുഗീസ് ശൈലിയും ഇടകലർത്തിയ ഒരു രൂപമാണ് ഈ പള്ളിക്കുള്ളത്. ഇടപ്പള്ളി പള്ളിയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് ഇവിടുത്തെ സ്വർണ്ണരൂപമാണ്. വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ സ്വർണ്ണരൂപം കാണാനായി നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. കൂടാതെ പള്ളിയുടെ മണിമാളികയും വളരെ പ്രസിദ്ധമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ മണിമാളികളിൽ ഒന്നാണിത്. ഇടപ്പള്ളി പള്ളിയുടെ ചരിത്രം വളരെ പഴക്കമുള്ളതാണ്. 14-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഈ പള്ളി കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ നാമധേയത്തിലുള്ള ഈ പള്ളിയിൽ എല്ലാ വർഷവും ഏപ്രിൽ മെയ് മാസങ്ങളിൽ വലിയ പെരുന്നാൾ നടക്കാറുണ്ട്. ഈ സമയത്ത് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. പള്ളിയുടെ വാസ്തുവിദ്യയും വളരെ മനോഹരമാണ്. കേരളീയവും പോർച്ചുഗീസ് ശൈലിയും ചേർന്നാണ് പള്ളിയുടെ വാസ്തുവിദ്യാ ശൈലി. പള്ളിയുടെ മുൻഭാഗം പോർച്ചുഗീസ് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. വലിയ തൂണുകളും മനോഹരമായ കൊത്തുപണികളും ഇതിന്റെ പ്രത്യേകതയാണ്. പള്ളിയുടെ ഉൾഭാഗം കേരളീയ ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തടിയിൽ തീർത്ത മേൽക്കൂരയും ചുവർചിത്രങ്ങളും അതിന്റെ ഭംഗി കൂട്ടുന്നു. കേരളീയ ശൈലിയും പോർച്ചുഗീസ് ശൈലിയും ഇടകലർത്തിയ ഒരു രൂപമാണ് ഈ പള്ളിക്കുള്ളത്. ഇടപ്പള്ളി പള്ളിയുടെ പ്രധാന ആകർഷണങ്ങളിലൊന്ന് ഇവിടുത്തെ സ്വർണ്ണരൂപമാണ്. വിശുദ്ധ ഗീവർഗീസ് സഹദയുടെ സ്വർണ്ണരൂപം കാണാനായി നിരവധി ആളുകളാണ് ഇവിടെ എത്തുന്നത്. കൂടാതെ പള്ളിയുടെ മണിമാളികയും വളരെ പ്രസിദ്ധമാണ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ മണിമാളികളിൽ ഒന്നാണിത്.